ഹലോ ഹലോ, എല്ലാ കൂട്ടുകാർക്കും അച്ചായത്തിന് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ കണ്ട മുടിയല്ല കേട്ടോ. ഞാൻ ഹാഷൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ നേരത്തെ ഇത്രയും നീട്ടുണ്ടായിരുന്ന മുടി ഇതേ ചുരുണ്ട് ഇവിടെ എത്തി. വീട്ടില് സത്യത്തിൽ അറിഞ്ഞിട്ടില്ല ഹെയർ കട്ട് ചെയ്തത്. വീട്ടിൽ ചെന്നപ്പോ സീരാണോ എന്ന് ചോദിച്ചപ്പോ ഒന്നും പറഞ്ഞൊന്നുമില്ല കേട്ടാ. ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടു, കുട്ടികളെ രക്ഷപ്പെട്ടു. അപ്പൊ ഇന്ന് വന്നേക്കണ ഒരു വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ഒരു മേക്കപ്പ് വീഡിയോ ആയിട്ടാണ്. 2 സാധനം വെച്ചിട്ട് എങ്ങനെ നമുക്ക് മേക്കപ്പ് ചെയ്യാം നമുക്ക് നോക്കിയാലോ. ആ 2 സാധനം എന്താന്ന് കാണണ്ടേ? ഇതാണ് 2 സാധനം. ഫെയർ ആൻഡ് ലവ്ലിയും നമ്മുടെ ലിപ്സ്റ്റിക്ക്. സത്യത്തിൽ ഇത് തീരാറായി. എൻ്റെ ഫേവറേറ്റ് എനിക്ക് ഭയങ്കര കളർ തോന്നിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന സാധനം. ഇതിപ്പോ ഞാൻ വാങ്ങിച്ചിട്ട് 3 മാസത്തോളായിട്ടാ. അതിന്റെ എല്ലാം തീർന്നു, കുറച്ചും കൂടി ഉള്ളൂ. ഇതിന്റെ ആത്മാവ് വരെ നമുക്ക് ചോർത്തിയെടുക്കണം. മറ്റേ മലയാളികളുടെ ഒരു പ്രത്യേകതയല്ലേ, എന്തായാലും ആത്മാവ് വരെ ചോർത്തിയെടുത്തിട്ടേ നമ്മളത് ഉപേക്ഷിക്കുള്ളൂ. അതുപോലെ തന്നെ ഞാനും ഒരു മലയാളിയല്ലേ, അപ്പൊ അതുകൊണ്ട് കുറച്ചുണ്ട്. അപ്പം നമുക്ക് അത് എടുത്തിട്ട് മേക്കപ്പ് ചെയ്യാം. നമുക്ക് മേക്കപ്പ് തുടങ്ങിയാലോ? അപ്പൊ തുടങ്ങാം. അപ്പൊ ആദ്യമേ ചെയ്യേണ്ടത്, നമ്മൾ മേക്കപ്പ് ചെയ്യണതിന് മുമ്പ് നമ്മൾ ഫേസ് വാഷ് ഒക്കെ ഉപയോഗിച്ച് കഴുകി നല്ല കുട്ടപ്പയാക്കാം. ഞാൻ മേക്കപ്പ് ഇട്ടിട്ടില്ല കേട്ടോ, വിത്തൗട്ട് മേക്കപ്പ് ലുക്കാണ് ഇത്. മേക്കപ്പ് ഇട്ടിട്ടില്ല, കാണാൻ പറ്റുന്നു മേക്കപ്പ് ഇട്ടിട്ടില്ല. ഇതിന്റെ ഒറിജിനൽ കളറാണ് കുട്ടികളെ, ഒറിജിനൽ കളർ ഒന്നും ഇട്ടിട്ടില്ല. ഓക്കെ, ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഇതില് ആത്മാവ് ചോർത്തിയെടുത്താലോ? ചോർത്തില്ലെങ്കിൽ നമ്മൾ ചോർത്തിയെടുക്കും, അതല്ലേ? വന്നു ഞാനത് നിങ്ങൾ കാണുന്നതിന് മുമ്പ് ഇതൊക്കെ കറക്റ്റ് സെറ്റ് ചെയ്ത് ഈ ഇവിടത്തെ മറ്റേന്നാണ് എന്ത് സംഭവം അതില്ലേ, ചീപ്പ് വെച്ചത് ഇങ്ങനെ കടിച്ച് ഞാൻ എടുത്തില്ല. അവിടെ ഇത്രയും വന്ന് കണ്ടത്, ഇത്രയും കിട്ടി. നമ്മൾ ആദ്യമേ ഇത് പരട്ടേണ്ട രീതിയിൽ വെച്ചാൽ തന്നെ കുഞ്ഞു ഡോട്ടുകളാക്കി കിട്ടും. അപ്പോഴത് എല്ലായിടത്തും ഇട്ടുള്ളൂ. അല്ലെങ്കിൽ ഓരോരുത്തരും ചെയ്യണം എന്താ പറയുമ്പോ, പക്ഷെ നമ്മൾ ഒരു തെറ്റ് ചെയ്തു. ഈ മുടി കെട്ടി വെക്കേണ്ടത്, മുടി കെട്ടി വെക്കാം. ബാധിക്കട്ടെ. അയ്യോ പുഷ് ഇതിപ്പം കണ്ടത് വെള്ളപ്പന്തോന്നും ഇരിക്കുന്നുണ്ട്. നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പത്തെ നേരത്തെ ലുക്ക് കണ്ടില്ലേ, കുറച്ച് നാള് മാറുമ്പോ വഴക്ക പറ്റിക്കൊടുക്കുക. ഒന്നുകൂടി കളർ കൊടുക്കും. മൂന്നാമത്തെ ഒരു സാധനം ഉണ്ട്, അതെടുക്കാൻ പറഞ്ഞു. നമുക്ക് അടപ്പെടുത്തുമ്പോ ആണ് പിരികും വരയ്ക്കുന്നത്. അതുകൂടെ എന്തെങ്കിലും തോന്നുന്നു. നമ്മൾ ഓൾമോസ്റ്റ് എത്തി. ഇനി അടുത്തതായി വേണ്ടത്, മുടിയൊന്നും അത്ര പ്രോപ്പറായിട്ടല്ല കെട്ടിയാക്കണം. മുടി കെട്ട ഇതിപ്പോ മേക്കപ്പിന് വേണ്ടി കിട്ടിയാല്, അല്ലെങ്കിൽ മുടിയില് പകുതി ക്രീം, ആപ്പടെ ക്രീം ഇല്ല, അതിന്റെ ഇടയ്ക്ക് മുടിയിൽ പകുതി ക്രീം ആയി കഴിഞ്ഞാൽ ഇത് ഏത് ലിപ്സ്റ്റിക്കാന്ന് വെച്ചാല്, ലിപ്സ്റ്റിക്കിന്റെ പേര് കളർ പോപ്സ്. കാണാൻ പറ്റണ്ടോ? കളർ പോപ്സ് എന്നാണ്. കളർ പോപ്സ് മാറ്റ് ആണ്. അതായത് കളർ പോപ്സിലെ 4 ഷെയ്ഡാണ്. റോഫ് ടോർക്കട്ട അങ്ങനെ എന്താ വായിച്ചു നോക്കിയേ, സ്പെല്ലിങ് കറക്റ്റാണോ? ഇതെന്തത് കാണാൻ പറ്റുന്നുണ്ടോ?
ഇതാണ് എൻ്റെ ഇടാം. എനിക്ക് രസം ഇട്ടാലോ ഭംഗിയ. അങ്ങനെയുണ്ട് ചേർന്നില്ലേ? നമുക്കിത് ഇവിടെ 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 പെണ്ണുമ്പോൾ എന്താ കാണിക്കാൻ പാടാ? ഉച്ചായത്തിൽ വേറെ ലെവലാണ് മക്കളെ, വേറെ ലെവൽ. ഒരെണ്ണം കൊണ്ട് തന്നെ നമ്മള് ഫുൾ മേക്കപ്പ് ചെയ്തില്ലേ, നമുക്ക് 100 സാധനങ്ങളൊന്നും വേണ്ട. പൊതുവെ ഞാൻ കണ്ണ് എഴുതൽ കുറവാ, എന്തെങ്കിലും പരിപാടിയൊക്കെ കണ്ണുള്ളൂ. ഞാൻ വേറൊരു സാധനം എടുത്തോണ്ടിരാം, അത് തിരികെ വരയ്ക്കണം പെൻസിൽ. വെയിറ്റ് ചെയ്യുക. ഞാനെത്തി, അപ്പോഴാണ് ഓർത്തത് കണ്ണിൽ കിട്ടണം. ഇത് മായ്ച്ചില്ല. ഒന്നാമത് ഞാനിങ്ങനെ കുറെ സാധനങ്ങളൊന്നും ഇല്ല മുഖത്തിനുള്ളിൽ. അപ്പൊ തന്നെ എങ്ങനെയുണ്ട് കളവിനൊക്കെ എന്ത് ഇതാണ്. ഇത് ഡാക്സിലറിന്റെ പെൻസിലാട്ടാ. ഇത് വെച്ചാൽ പിരിവ് വരയ്ക്കും, കുറച്ചും കൂടി ലുക്ക് പിന്നിക്കണം. പിരികം വരയ്ക്കണം എങ്ങനെയാ നിങ്ങൾ നോക്കിക്കോ. ഈ എൻ്റെ ഇങ്ങനെ കാണാൻ പറ്റില്ലെന്ന് വിചാരിക്കും. ഈ എൻ്റെ ഇങ്ങനെ പിരികം ത്രെഡ് ചെയ്യാറായിട്ടുണ്ട്. ഇവിടെ പിരികം വരച്ചപ്പോ നമ്മുടെ ലുക്ക് അറിയുന്നുണ്ട, കുറച്ചും കൂടി ഒരു രസമായിരുന്നു. എപ്പോഴും പിരികം വരച്ചാലാണ് ആ ഫേസിന് ഭംഗിയിട്ടുള്ളൂ. ലുക്ക് മാറിപ്പോയി. ഇന്ന് ആപ്പാടെ 3 സംഭവം ഉപയോഗിച്ചാണ് ഈ മേക്കപ്പ് ചെയ്തത്. ഡെയിലി നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഫെയർ ലെവല് നല്ലൊരു ഇതാട്ടാ. ഇതിന്റെ എനിക്ക് വേണം, ഇതിന്റെ വില 295 രൂപ. ഞാനിത് 3-4 മാസത്തോളം ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇത് ഭയങ്കര യൂസ്ഫുള്ളാ. ഇതിന്റെ ചെറുത് പറഞ്ഞുണ്ട്, ശരിക്കും അത് ഭയങ്കര നഷ്ടമാണ്. അതിലും മതി ഇത് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് ഏറ്റവും ബെറ്റർ സാധനം. ഫെയർ ലവ്ലി ഗ്ലോ അഡ്വാൻസ്ഡ് മൾട്ടി വിറ്റാമിൻ എന്ന് പറഞ്ഞിട്ട് ഇതാ നല്ല സംഭവം. ഞാൻ ഈ ഫെയർ ലവ്ലിയാണ് എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. അത് നമ്മളെ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച സംഭവത്തിനൊക്കെ അതിൻ്റെ ഉള്ളിലൊന്ന് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ തന്നെ നമ്മൾ ലുക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ ചുന്തിരിയായി. ഈ ചുന്തിരിയാകാൻ വേണ്ടിട്ട് നമ്മള് മുടി അയക്കണം. കുറെ ഒരുവിധം ഞാൻ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ കുറേ മുടി ഉണ്ടായിരുന്നു. എൻ്റെ മുടിയാണെങ്കിൽ പിടിക്കാൻ പറ്റൂല, അത്രയ്ക്കും മുടി ഉണ്ടായിരുന്നു. കുറെ പെയിനുള്ള കാരണം അന്ന് മുട്ട അടിച്ചോളൂ. എനിക്ക് ഈ ചെറിയ പിള്ളേരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ചെറുപ്പത്തിലേ ഉള്ള മുടികളൊന്നും നിങ്ങൾ വെട്ടിക്കളയരുത്. വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ആ മുടി പിന്നെ കിട്ടൂല. ഈ പേനൊക്കെ ഉള്ള മുടി തന്നെ ഏറ്റവും നല്ലത്. അതിനൊക്കെ ഓരോ മരുന്നുകളുണ്ട്. ആ മരുന്നുകളൊക്കെ വാങ്ങിച്ചിട്ട് തേച്ച് ആ പേനിനെ ഈടിനെയൊക്കെ നശിപ്പിച്ച് കളയാം. അല്ലാതെ ആ മുടി വെട്ടിക്കഴിഞ്ഞാൽ കണ്ടാ ഇതുപോലെ ആവും. ഇതുപോലെ ആവുന്നല്ല, ഒട്ടും ഉള്ളുണ്ടാവൂല പിന്നത്തെ മുടിക്ക്. ഓരോരുത്തരുടെയും നേച്ചർ വ്യത്യാസമുണ്ട്. പലർക്കും ഒരു പല പോലെ, എന്നാലും എല്ലാവരുടെയും ഓൾമോസ്റ്റ്
ഒരു ഇതുപോലെ തന്നെ നമ്മുടെ ചെറുപ്പത്തിലുള്ള ആ മുടി വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നീട് ആ മുടി കിട്ടൂല. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. എന്തായാലും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. നമുക്ക് മുടിയും കൂടി കെട്ടാം. അപ്പത്തേക്ക് ഞാനൊരു പാട്ട് എടുത്തരാം. കള്ളിപ്പൂങ്കുയിലെ കണ്ണിത്തേൻമൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ, കാവത് കാക്കതൻ കൂട്ടിൽ മുട്ടയിട്ടൊരു കാലം നീ നീളി പാറിപ്പറന്നൊരു കള്ളം പറഞ്ഞതെന്റെ, കള്ളിപ്പൂങ്കുയിലെ കഞ്ഞിത്തേൻമൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ, നിന്നാരെ പൊൻകൂട്ടിൽ നിന്നുമാ പൊന്മുട്ട കാതിന്റെ ചൊല്ലി, നിന്നെ പോലെ കാറ്റുമാതേറ്റു ചൊല്ലി, നേരു പറഞ്ഞിട്ടും നെഞ്ചു തുറന്നിട്ടും കൂട്ടരും കൈവെടിഞ്ഞു, കൂട്ടിൽ പാവം കൂട്ടിൽ തനിച്ചിരുന്നു, ആരാരോ ദൂരത്താരാരോ ആലിൻ കൊമ്പത്തോരോലക്കൂട്ടിൽ നാലോലം പുഞ്ചിരിച്ചു, കള്ളിപ്പൂങ്കുയിലെ കഞ്ഞിത്തേൻമൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ. എങ്ങനെയുണ്ട് പാട്ട്? കൊള്ളാവോ? അപ്പൊ അതോടുകൂടി നമ്മുടെ മേക്കപ്പ് ലുക്കും ഓക്കെ ആയി. അപ്പൊ ഇതാണ് നമ്മള് 2 സാധനം കൊണ്ട് 3 സാധനം വേണം എങ്കിലാണ് നമുക്കൊരു ആൾമോസ്റ്റ് നമ്മുടെ ലിപ്സ്റ്റിക് കൊണ്ടുവച്ച് മേക്കപ്പ് ലുക്ക് ആക്കാൻ പറ്റുള്ളൂ. ഇത് ഇത്രയും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് റെഡി ആകാൻ പറ്റും. കുറെ സാധനങ്ങളൊന്നും വേണ്ട. പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ എപ്പോഴും പുറത്തിറങ്ങിയാലും എന്തെങ്കിലും ഒരു ക്രീമും ഒരു പൗഡറും ഒരു ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഇറങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫ്രഷ്നെസ് ലുക്കില്ലേ, നിങ്ങൾ വരുമ്പോഴും ആ ലുക്കിൽ നിങ്ങൾക്ക് ഉണ്ടാവും. അല്ലാതെ നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങുമ്പോ ഒന്നും ഇടാതെ വെറുതെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് കറുത്ത് പൊടിയടിച്ച് അലമ്പായി ഒരു ഭംഗി ഉണ്ടാവൂല. പക്ഷെ നിങ്ങൾ എപ്പോഴും ഒരു ക്രീമെങ്കിലും ഇട്ടിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫ്രഷ്നെസ് ലുക്കിൽ തന്നെ നിങ്ങൾക്ക് റിട്ടേൺ നിങ്ങൾക്ക് വരുമ്പോ ഉണ്ടാവും. അപ്പൊ ഇതെന്തായാലും എല്ലാവരും ഓർത്തിരിക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.